ഇവിടുത്തെ റോഡും കാര്യങ്ങളും പാർക്കിങ്ങൊക്കെ കാണിച്ചുകൊണ്ടൊരു യാത്രയാണ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് എല്ലാവരും പള്ളിയൊക്കെ കഴിഞ്ഞു. 2 മാസം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ വീട്ടുകളിലൊക്കെ പോയി. ഇനി നമ്മൾ വിശദമായിട്ട് ഈ ഏറിയകളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. ഇത് പള്ളിയുടെ പാർക്കിംഗ് സ്ഥലങ്ങളാണ്. ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം പള്ളിയുടെ പാർക്കിംഗ് സ്ഥലം. ഈ പാർക്കിങ്ങൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് നോക്കണം. ഈ നിയമങ്ങൾ ഇവിടെ എല്ലാം ആര് പള്ളി വന്നാലും ഒരു പരവേശം പിടിക്കുകയോ ഒന്നുമില്ല. എല്ലാവരും വളരെ സൈലൻ്റായിട്ട് വണ്ടികളൊക്കെ എടുത്ത് അവരുടെ നിയമം പാലിച്ച് ഇങ്ങനെ പോകുന്നത്. നമ്മൾ ഇവിടുത്തെ റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടുത്തെ ഒരു മെയിൻ റോഡാണിത്, സ്കൈബോ റോഡെന്ന് പറയും. ഈ റോഡിൽ കൂടെ ഇറങ്ങുമ്പോൾ ഇതിനു മുമ്പിൽ കൂടെ നമ്മളിങ്ങനെ നല്ല സിഗ്നലും റോഡൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. ഈ റോഡിങ്ങനെ ഈ പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ കുറേ ടാറ് കൊണ്ട്, നിങ്ങൾക്ക് റോഡിൽ നോക്കി കാണാം, ടാറ് കൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിടും. മനസ്സിലായി? ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഈ റോഡൊക്കെ ഒന്ന് വിജനമാണ്. അപ്പം നമ്മളിവിടെ കുറച്ച് ദൂരെ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹോസ്പിറ്റലാണ്, കേഫിയർ വാലി ഹോസ്പിറ്റൽ എന്ന് പറയും. ഇവിടെ ഒത്തിരി മലയാളി നേഴ്സുമാരൊക്കെ ജോലിയെടുക്കുന്നുണ്ട്. വളരെ വലിയൊരു ഹോസ്പിറ്റലാണ്. അമേരിക്കയിലെ ഏറ്റവും തിരക്കുള്ള 10 ഹോസ്പിറ്റലുകളിൽ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് നമ്മൾ കാണുന്നത്. ഇതാണ് കേഫിയർ വാലി ഹോസ്പിറ്റൽ. നമുക്കിപ്പോൾ ഇങ്ങനെ സിഗ്നൽ റെഡ് ആണെങ്കിൽ തന്നെയും റൈറ്റിലോട്ട് നമുക്ക് എടുക്കാം, ഇപ്പോൾ സേഫ് ആണെങ്കിൽ. അപ്പോൾ നമ്മൾ മറ്റു സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്നിങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതാണിങ്ങനെ കാണുന്നത് നോർക്കലുണ്ട്. ഈ ഫെയ്ത്ത് വില്ലെ ഈ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് കാണുന്നത്. അപ്പം നമ്മളൊരു സിഗ്നലിൽ വന്നിരിക്കുന്നു. സ്കൈ ഒക്കെ വളരെ മനോഹരമായി നിൽക്കുന്ന കാര്യം. നമ്മൾ ഗ്രീൻ സിഗ്നൽ കിട്ടുന്നു, മുമ്പോട്ട് വിടുന്നു. ഇനി ഇത് ഓൾ അമേരിക്കൻ റോഡെന്നാണ് ഈ റോഡിനെ പറയുന്നത്. ശരിക്കും ഒരു ഹൈവേ ആണ്. ഈ റോഡ് അമേരിക്കയിലുള്ള എല്ലാ സ്റ്റേറ്റുകളും കണക്ട് ചെയ്യുന്ന I-95 എന്ന് പറഞ്ഞ റോഡിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിപ്പം ഇങ്ങനെ നമ്മൾ ഓരോ സൈഡിലും അമേരിക്കയിൽ നോക്കിക്കഴിയുമ്പോൾ കൃത്യമായ അടുത്ത് വരുന്ന എക്സിറ്റ് ഏതാണ് കണ്ടോ. നെസ്റ്റ് റൈസർ I-4 എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെ എവിടെയെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡ് ഇന്നടുത്ത് കിട്ടും എന്ന് പറയും. ഇപ്പോൾ ഇവിടുത്തെ മരങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഇലകളെല്ലാം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, കാരണം തണുപ്പിൻ്റെ ഒരു സമയമാണ്. പക്ഷേ ഇന്ന് റോഡൊക്കെ കാണുമ്പോൾ അത്ര വലിയ തണുപ്പൊന്നുമില്ല, ചെറിയ ചൂടൊക്കെ ഉണ്ട്. നമുക്ക് ഓരോ റോഡിലും അതിൻ്റെ എക്സിറ്റും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാവുന്നതാണ്. റോഡിൻ്റെ സൈഡുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഇരിക്കുന്നത് നമുക്കറിയാം. ഓരോ റോഡിലും കൃത്യമായ കിലോമീറ്റർ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സെക്കൻഡ് ലൈനിൽ പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നൊരു വണ്ടി വന്ന് ഈ റോഡിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവർ സ്ലോ ആക്കി കൊടുക്കുകയാണ്. അത് ജോയിൻ ചെയ്തു, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. വളരെ മനോഹരമാണ് റോഡിൻ്റെ ഇരുവശങ്ങളും കാണാൻ. നമുക്ക് ബിൽഡിങ്ങുകളൊന്നുമല്ല, എത്ര മനോഹരമായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഈ റോഡിൻ്റെ ഇരു സൈഡുകളും ഒക്കെ നിങ്ങൾക്ക് കാണാം. അവിടെ ഇങ്ങോട്ട് വരുന്ന വഴികളും അങ്ങോട്ട് പോകുന്ന വഴികളും നല്ല മനോഹരമായ രീതിയിലാണ് റോഡെല്ലാം ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന, നല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് വളരെ രസമാണ്. ഒരു നല്ലൊരു ആർട്ട് ഫിലിം കാണുന്നത്. എന്ത് രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങോട്ടൊക്കെ നോക്കി എന്ത് രസമാണ് കാണാനായിട്ട്. അതിന് മുമ്പിൽ കാണുന്നൊരു വാട്ടർ ടാങ്ക്. വണ്ടികളെല്ലാം തന്നെ ആരും ഓവർടേക്ക് ചെയ്യാനോ മറ്റൊന്നും ശ്രമിക്കില്ല. നിങ്ങൾക്ക് സ്പീഡിലൊക്കെ പോകണമെങ്കിൽ മറ്റേ ലൈനിലോട്ട് പൊക്കോണം, ഇത് പോകണം. ഇപ്പം ക്ലിഫ്ഡേൽ, ഇപ്പം ഈ റോഡിൻ്റെ സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഞാനിപ്പം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. മോർഗൻടൺ റോഡ് എന്ന് പറയുന്നതാണ് തൊട്ടടുത്ത റോഡ്. അതല്ല ഒരു ബിസിനസ് ബിൽഡിങ്ങുകളും എല്ലാ സാധനങ്ങളും ഒറിജിനൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന അങ്ങനെ കുറേ കടകളൊക്കെയാണ്. അവിടത്തേക്കാണ്. ഇതൊരു ഓവർടേക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ്.
വാൾമാർട്ടിൽ കയറണമെങ്കിൽ നമുക്ക് അവിടെ കയറാം. പക്ഷേ നമ്മൾ കയറുന്നില്ല, വേറെ വഴിയിലേക്ക് പോവുകയാണ്. റോഡ് സൈഡുകളൊക്കെ ഇന്ന് വളരെ ഭംഗിയായിട്ട് കിടക്കുകയാണ്. നമുക്ക് ഈ സൈഡുകളൊക്കെ വേണമെങ്കിൽ കാണാം. ആ റോഡ് അങ്ങോട്ട് കയറി പോകുന്ന സ്ഥലങ്ങളാണ്. തൊട്ടടുത്ത് ബൈപ്പാസാണ്, 401 എന്ന് പറയുന്നൊരു ബൈപ്പാസ് ഉണ്ട്. അതിൻ്റെ ഓവർ ബ്രിഡ്ജുകളുണ്ട്. ഇതിപ്പോൾ നമുക്ക് ആ സൈഡിൽ സിഗ്നൽ കൊടുത്തിരിക്കുന്നത്, ഈ സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്, ആ റോഡ് നേരെയാണ്, നിങ്ങൾക്ക് നേരെ പോകണമെങ്കിൽ പോകാം. നിങ്ങൾ സൈഡിലോട്ട് കയറണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് കയറി പറ്റണം. അതാണ് ബൈപ്പാസിലോട്ട് കയറി. ഇപ്പം ബൈപ്പാസിലോട്ട് കയറണമെങ്കിൽ നമ്മൾ സിഗ്നൽ ബൈപ്പാസിലേക്ക് നമുക്ക് ഇവിടുന്ന് കയറാം. എന്നിട്ട് ആ റോഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് ആ റോഡിൽ നിന്ന് ഇറങ്ങി വരുന്നവർക്കും ഈ അതേ റോഡിൽ തന്നെ ഇത്രയും ഡിസ്റ്റൻസ് വന്നിട്ട് ഇവിടെ ഇറങ്ങാം. അത് വളരെ സേഫാണ്. നമ്മൾ വേറെ റോഡിലേക്ക് കയറുന്നു. നമ്മൾ ഈ റോഡിൽ കയറി കഴിഞ്ഞിട്ട് അമേരിക്ക മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണല്ലോ വാൾമാർട്ട്. അപ്പം സ്കൈബോ റോഡെന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരു വാൾമാർട്ടുണ്ട്. ആ വാൾമാർട്ടിലോട്ട് പോകാനാണ് നമ്മളിവിടെ കയറി നിൽക്കുന്നത്. നമുക്ക് റൈറ്റിലേക്ക് പോകണമെങ്കിൽ സേഫായിട്ട് നമുക്ക് വണ്ടി എടുക്കാമെങ്കിൽ നമുക്ക് എടുക്കാം. ഇപ്പം സേഫാണ്, നമുക്കത് വണ്ടി എടുക്കാം. വണ്ടി എടുത്ത് ഇങ്ങനെ പോകാം. ഈ സൈഡിലെല്ലാം നമ്മൾ വലിയ സിഗ്നലിലോട്ടാണ് പോകുന്നത്. ബ്രാഗ് ബോളിവാർഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഇപ്പോൾ അതൊരു വലിയ സിഗ്നൽ, ഇതൊരു മെയിൻ റോഡാണ്. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് നമുക്ക് റോഡുകൾ വളരെ കുറച്ച് കാണാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ട്രാഫിക്കും കാര്യങ്ങളുമൊക്കെ കാണാവുന്നതാണ്. ഇവിടുന്ന് മാക് ഫാഷൻ ചാനൽ എന്ന് പറയുന്ന ഒരു സൈഡ് റോഡുണ്ട്. സൈഡിലൊക്കെ നമുക്ക് കണ്ടുകയറി ഇവിടെ എല്ലാം തന്നെ ഒത്തിരി വാൾമാർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വാൾമാർട്ടാണ്. വാൾമാർട്ടിനകത്ത് സാംസ് ക്ലബ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇതിവിടുത്തെ ഒരു സിറ്റിയാണ്, ഫെയ്ത്ത് ഫീൽഡ് സിറ്റിയുടെ ഇവിടുത്തെ സിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഏരിയകളിലും ഓരോ സിറ്റികൾ പോലും നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം എല്ലാ ബിൽഡിങ്ങുകളും പിന്നെ കുന്നുകൂട്ടി വെച്ചേക്കുന്ന രീതിയൊന്നുമല്ല ഇവിടെ. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഓരോന്നും വിഭജിച്ച് വെച്ചിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക. വണ്ടികൾക്കെല്ലാം കൃത്യമായ ഒരു സ്പീഡ് സിസ്റ്റങ്ങൾ വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് പോകുന്നു. നമുക്കിവിടെ ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീൻ സിഗ്നലിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഗ്രീൻ സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രമേ ലെഫ്റ്റ് എടുക്കാവൂ. റൈറ്റിലോട്ട് പോകുന്നതിന് നമുക്ക് ഇപ്പോൾ സൈഡൊക്കെ സേഫ് ആണെങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് പോകാം, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിങ്ങളെ വാൾമാർട്ടും കാണിച്ചിട്ട് ഇവിടുത്തെ ടയോട്ടയുടെ ഒരു ഷോറൂമിലേക്ക് പോകുന്നതാണ്. രാവിലെ ഇന്ന് 12 മണി തൊട്ട് 7 മണി വരെ ടയോട്ട ഷോറൂമിൽ അതിന് സർവീസുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതിലേക്ക് വിവിധ തരത്തിലുള്ള കാറുകളൊക്കെ നിങ്ങൾ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വാൾമാർട്ടിൻ്റെ ഒരു വഴിയിലേക്ക് കയറുകയാണ്. എൻ്റെ സൈഡിലേക്ക് കാണുന്നത് ഇവിടുത്തെ വലിയ വലിയ ഫുഡ് സ്റ്റാളുകളാണ്. ഹുക്രി എന്ന് പറഞ്ഞൊരു ഫുഡ് സ്റ്റാളുണ്ട്. ഇതിപ്പോൾ വാൾമാർട്ടിൻ്റെ ഒരു പാർക്കിങ്ങിലേക്ക് കയറുകയാണ്. വാൾമാർട്ടിൻ്റെ പാർക്കിങ്ങിലേക്ക് ഈ കാണുന്നതാണ് വാൾമാർട്ട്. ആ പിക്കപ്പ് എന്ന് എഴുതിയേക്കുന്നത് നമ്മൾ നേരത്തെ വാൾമാർട്ടിൽ സാധനങ്ങൾ ബുക്ക് ചെയ്തിട്ട് അവിടെ വന്ന് നമുക്ക് പിക്ക് ചെയ്തെടുക്കാം. ഇത് അതിൻ്റെ ട്രാഫിക്കാണ്, പാർക്കിംഗ് ഏരിയയാണ്. വാൾമാർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിലോട്ട് നമ്മൾ കയറുന്നു. ഇവിടുത്തെ ഒരു വലിയ ഇതാണ്
ഏരിയ. നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് ഇവിടെ. നമ്മൾ വാൾമാർട്ടിൽ കയറുന്നില്ല, ഞാൻ വേറെ ആവശ്യത്തിനായിട്ട് ഇറങ്ങിയാണ്. അപ്പം വാൾമാർട്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇതുവഴി വന്നതേ ഉള്ളൂ. വീണ്ടും തിരിച്ച് ഞാൻ ഇറങ്ങുകയാണ്. ഞങ്ങളുടെ സ്റ്റോപ്പ് ഇതിൽ വന്നു. വീണ്ടും ഒരു പാർക്കിംഗ് സ്ഥലത്തേക്ക് ഇങ്ങനെ വന്നു. റോഡിലൊക്കെ കാണാം. വളരെ മനോഹരമായ ഇതാണ് ഉള്ളത്. കാണുന്ന കുറച്ച് റെസിഡൻസികളാണ്. ഈ നമ്മുടെ ഹോട്ടലിൻ്റെ പേരുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും അല്ല. കാരണം അത് കുറച്ച് റെസിഡൻസികളാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ നേരിട്ടുള്ളതൊന്നും അല്ല. അതിങ്ങനെ പ്രൈവറ്റായിട്ട് അവരുടെ പേര് കൊടുക്കുന്നു. അപ്പം നമ്മളിവിടെ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ചെല്ലുകയാണ്. ഇവിടുന്ന് ഈ സിഗ്നലിൽ നമുക്ക് റെഡ് ആണെങ്കിലും റൈറ്റോട്ട് എടുക്കാം. പക്ഷേ നമ്മൾ ലെഫ്റ്റിൽ നോക്കിയിട്ട് അവിടുന്ന് വണ്ടികളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റൈറ്റോട്ട് എടുക്കാൻ പാടുള്ളൂ. റെഡ് ആണെങ്കിലും നമുക്ക് എടുക്കാം. ഉള്ളി റൈറ്റിലോട്ട് നമുക്ക് റെഡ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ലെഫ്റ്റിലെ ലൈനുകളെല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രം. നമ്മളത് വളരെ ഇതായിട്ട് എടുക്കും. വളരെ സ്പീഡിലാണ് മറ്റു വണ്ടികളൊക്കെ അവിടെ വരിക. കാരണം അവർക്ക് നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നതാണ് മെയിൻ പ്രശ്നങ്ങൾ. നമുക്ക് ബ്ലൈൻഡ് വിൻഡോ കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിവേഴ്സ് അങ്ങോട്ട് എടുക്കാൻ പാടില്ല. ഇത് കൊളസിയം കോംപ്ലക്സ് ആണെന്ന് ഇതിനൊക്കെ പറയുന്നത്. അതായത് അടുത്ത് കഴിയുമ്പോൾ ഒരു കോംപ്ലക്സ് ഉണ്ട്, അതിലേക്ക് ഇറങ്ങുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം കാണുകയാണെങ്കിൽ നമുക്കത് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകും. അമേരിക്കയുടെ ഒരു ചെറിയ നോർത്ത് കരോലിനയുടെ ഏറ്റവും ഒരു മിഡിൽ ഏരിയ ആണ് ഈ ഫെയ്ത്ത്വെൽ സിറ്റിയിൽ നിന്ന് ടെന്നീസി, വിർജീനിയ, സൗത്ത് കരോലിന, ജോർജിയ, ഈ സ്ഥലങ്ങളിലേക്കെല്ലാം പോകാനുള്ളൊരു സെൻട്രൽ പോയിൻ്റാണ്. ഇവിടുന്ന് ഒരേ ഡിസ്റ്റൻസാണ് ഇതാത് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നുള്ള സ്ഥലം. അതുകൊണ്ട് ഇതൊരു ആർമി സിറ്റിയാണ്. ഇവിടുത്തെ മിലിറ്ററിക്കാരെല്ലാം കൂടുതൽ താമസിക്കുന്ന ഒരു സിറ്റിയാണ്. മിലിറ്ററി ക്യാമ്പുകളും കാര്യങ്ങളും. ശരിക്കും ഈ സിറ്റി അവർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ മലയാളി സമൂഹങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. 35-40 ഫാമിലികൾ ഉള്ളതാണ്. ഇന്ത്യൻസ് കുറച്ച് പേരുണ്ട്. എല്ലാവരും 100-110 ഫാമിലിയോട് ഇന്ത്യക്കാരുണ്ട്. പക്ഷേ നമ്മുടെ മലയാളികൾ 10-15 പേര് ഉള്ളൂ. പക്ഷേ മലയാളത്തിലുള്ള മാസുകളൊക്കെ ഉണ്ട്. ഒരു മാസത്തിൽ ഒരു മാസമുണ്ട്. ഡിസംബർ മാസമുണ്ട്. പിന്നെ ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ച ദേവാലയം എന്ന് പറഞ്ഞാൽ 2700 കുടുംബാംഗങ്ങളുള്ള ദേവാലയമാണ്. ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞൊരു ഷോപ്പിംഗ് സെൻറ്ററൊക്കെയാണ് നമുക്ക് ഈ റോഡിൽ കൂടെ കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ടയോട്ടയിലൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും പോകുന്നത്. അമേരിക്കയിലെ ഏറ്റവും ഒരു ചെറിയ വില്ലേജ്, അവിടുത്തെ മനോഹരിതയാണ് നമ്മളെ കാണിക്കുന്നത്. എല്ലാ വില്ലേജുകളും ഇങ്ങനെ ഇത്രയധികം മനോഹരമായി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിവിടുന്ന് അങ്ങനെ പോയി കഴിയുമ്പോൾ ഇതിൻ്റെ അടുത്ത ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ലിക്കർ ഷോപ്പുണ്ട്. നമുക്ക് ഇങ്ങനെ ഇവിടെ അമേരിക്കയിൽ എല്ലായിടത്തും നമ്മുടെ പെട്രോൾ പമ്പിലും സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും നമുക്ക് വൈൻ നമുക്ക് ലഭിക്കും. പക്ഷെ വൈനും ബിയറും എല്ലാം ഉണ്ട് ഇവിടെ. എല്ലായിടും ഈ സൺഡേയിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഇത് കിട്ടുകയുള്ളൂ. മറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ 7 മണിക്ക് ശേഷം. പക്ഷേ ഇവിടെ
ഹോട്ട് ലിക്വർ കൊടുക്കുന്ന കടയുണ്ട്. അത് സൺഡേ അത് ഓപ്പണിംഗ് ഇല്ല. ഇവിടെ ABC എന്ന് പറയുന്ന ഒരു ലിക്കർ ഷോപ്പാണ് ഈ സ്റ്റേറ്റിലുള്ളത്. അവർക്കാണ് അതിൻ്റെ ചുമതലയുള്ളത്. അപ്പം അവിടെ എല്ലാ ദിവസവും 11 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ നമുക്ക് ലിക്വർ വാങ്ങിക്കാൻ പറ്റും. 21 ഇയർ കഴിഞ്ഞവർക്ക് മാത്രമേ അത് ലഭ്യമാക്കുകയുള്ളൂ. സിഗരറ്റ് ആയാലും ബിയറായാലും എല്ലാം തന്നെ നമ്മുടെ ID കാണിക്കണം. അപ്പം നമുക്ക് അവർക്ക് നമ്മുടെ പ്രായമുള്ളവരാണെന്ന് കണ്ടാൽ തന്നെ അവർക്ക് ID വേണമെങ്കിൽ നമ്മൾ കൊടുത്തേ പറ്റും. അതാണ് ഒരു സിസ്റ്റം. ഇപ്പം നമ്മളൊരു ലെഫ്റ്റിലൊരു സിഗ്നലൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലെഫ്റ്റ് പെട്രോൾ പമ്പുകളുണ്ട്. എല്ലാ പെട്രോൾ പമ്പിലും ഓരോ ഷോപ്പുകളുണ്ട്. പെട്രോൾ പമ്പുകളിൽ മറ്റേ പ്രൈവറ്റ് പാർട്ടിയിലാണ് കാണുന്ന. നമുക്ക് ഓരോ ജംഗ്ഷനിലും ചെല്ലുമ്പോൾ 2-3 പേരുണ്ട്. നമ്മുടെ ഇഷ്ടം പോലെ മലയാളികൾ പെട്രോൾ ഷോപ്പ് ഇവിടെ നടത്തുന്നുണ്ട്. അതിലിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 മലയാളികൾ നടത്തുന്നുണ്ട്. അവർ 2-3 ഷോപ്പുകൾ പെട്രോൾ സ്റ്റേഷനുള്ളവരുണ്ട്. നമ്മുടെ ഈ കാണുന്ന റോഡാണ് മോർഗാട്ടൺ റോഡ്, സ്കൈബോ റോഡ്. ഇത് നേരെ പോകുന്നു. അതിൻ്റെ ലെഫ്റ്റിലോട്ട് വരും മോർഗാട്ടൺ റോഡെന്നാണ് പറയുന്നത്. ഓരോ സ്ഥലവും ഓരോ റോഡിൻ്റെ പേര് അറിയപ്പെടുന്നു. ഓരോ ബിൽഡിങ്ങുകളും ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു നമ്പറുണ്ട്. ആ നമ്പറിൻ്റെ പേരാണ് അറിയുന്നത്. ആ നമ്പർ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ ചെല്ലാനുള്ള വെയ്സ്, ഗൂഗിൾ മാപ്പ് ഇതിലേതടിച്ചാലും ആ നമ്പറിൽ നമുക്കവിടെ കൃത്യമായിട്ട് ചെല്ലാൻ. ഇവിടുത്തെ മനോഹരമായ റോഡ് സിസ്റ്റം കൂടി നിങ്ങൾക്ക് കാണാം. KFC നിങ്ങൾക്കറിയാം, ഇതാണ് ഇവിടുത്തെ KFC. പക്ഷേ KFC എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ നല്ല KFC ഗൾഫ് മേഖലയിൽ കിട്ടുന്ന KFC ആണ്. അതിന് ഡൗട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നൊരു വ്യക്തിയായതുകൊണ്ട് കുവൈറ്റിൽ കിട്ടുന്ന പോലുള്ളൊരു KFC ഇവിടെ കിട്ടും എന്ന് എനിക്ക് ഒരിക്കലും ഇല്ല. റൈറ്റിലോട്ട് നമുക്ക് ചിലപ്പോൾ ഗ്രീനുണ്ട്. അപ്പോൾ നമ്മൾ ആരെയും ശ്രദ്ധിക്കേണ്ട, നമുക്കത് എടുത്ത് പോവുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ ആവശ്യപ്പെട്ട റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ടയോട്ടയുടെ ഷോറൂമിലേക്ക് പോകുന്നതാണ്. ഇവിടെ ടയോട്ടയുടെ ഷോറൂമിലാണ് ഹെൻഡ്രിക് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇവിടുത്തെ ഒരു വലിയ ക്ലബ്ബാണ് BJ's എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. അവിടുത്തെ മെമ്പറായി കഴിഞ്ഞാൽ നമുക്കവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. മിക്കവാറും ഫാം ഐറ്റംസാണ്. ഇവിടുത്തെ ഫാം കൂട്ടരുള്ള ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ നമ്മൾ ഇവിടെ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഏതാണ്ട് രണ്ടാമത്തെ ലെഫ്റ്റിൽ നമ്മൾ എടുക്കുമ്പം ടയോട്ടയുടെ ആദ്യത്തേത് കയറുമ്പം മെമ്പർഷിപ്പ് ക്ലബ് BJ's എന്ന് പറയുന്ന ക്ലബ്ബാണ്. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അടങ്ങി കാണുന്ന ബോർഡാണ് BJ's അതിൻ്റെ ക്ലബ്ബ്. അതിൻ്റെ അടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് BJ'സിലോട്ട് തന്നെ കയറുന്ന വഴിയാണ്. പക്ഷെ അതാണ് BJ'സിൻ്റെ റൈറ്റോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡ് ഫ്രീ ആണെങ്കിൽ നമുക്ക് റൈറ്റ് എടുത്ത് കയറി പോകാം. ഇത് മെർസിഡീസിൻ്റെ ഷോറൂമാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഷോറൂമാണ് ടയോട്ടയുടെ ഷോറൂം ഹെൻഡ്രിക്. അവരിപ്പോഴത്താണ് തുറന്നിട്ട്